എന്റെ ഈ കരച്ചിലൊന്നും കണ്ട് ആരും ഇതാക്കണ്ട കേട്ടോ, ഇതൊക്കെ എന്റെ ഒരു അടവല്ലേ. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് തനിഷ്ക എന്നാണ് കേട്ടോ. എന്റെ പ്രായം only 7 months. ഇപ്പൊ ഈ കാണുന്നതേ എന്റെ ചെറിയൊരു കള്ളത്തരങ്ങളാ. എനിക്ക് മൊബൈൽ കിട്ടിയാൽ മാത്രമേ ഞാൻ വഴക്കുണ്ടാക്കുള്ളൂ എന്ന് ഇവരുടെ വിചാരം. പക്ഷെ ഞാൻ അഡിക്റ്റൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്താന്നറിയില്ല, എന്റെ അമ്മയും അച്ഛനും കള്ളന്മാരാ. മൊബൈല് ചുമ്മാ അങ്ങോട്ട് തരുള്ളൂ, ഒന്നും ഓണാക്കോ ഒന്നുമില്ല. ഞാൻ വിചാരിക്കുന്ന എന്താ, ഇപ്പൊ വീഡിയോ വരും, പക്ഷെ ഒന്നും വരില്ല. കള്ളന്മാരാ എന്റെ അച്ഛനും അമ്മയും. അപ്പൊ ഞാനേ ഇന്ന് ഔട്ടിങ്ങിന് പോവാട്ടോ. എന്റെ അച്ഛമ്മയുടെ കൂടി, അമ്മയുടെ കൂടി, അച്ഛന്റെ കൂടി, പിന്നെ എന്റെ അപ്പയും വന്നിട്ടുണ്ട് കേട്ടോ. ചിറ്റപ്പനും ഉണ്ട് കൂടെ. അപ്പൊ ഇനി മുതൽ എല്ലാ വീഡിയോസിലും എന്റെ കൂടെ നിങ്ങളും ഉണ്ടാവില്ലേ? ഇന്നപ്പോ എന്റെ ചെറിയൊരു ഔട്ടിങ് കാണാട്ടോ. ഞാൻ അമ്മയുടെയും അച്ഛന്റെയും അച്ഛമ്മയുടെയും എന്റെ അപ്പയുടെയും കൂടെയും ചിറ്റപ്പനും ഉണ്ട് കേട്ടോ. എല്ലാവരുടെ കൂടെ ഒന്ന് ഔട്ടിങ് പോവാട്ടോ. അതിന്റെ ഇടയ്ക്ക് എന്റെ അച്ഛൻ വന്നിട്ട് ഓരോന്നോരോന്ന് കാണിക്കുന്നത്. എന്താ ചെയ്യാ, അച്ഛനായി പോയില്ലേ. അതിന്റെ ഇടയ്ക്ക് എന്റെ ഫാൻസ് ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഈ അച്ഛൻ ഇടയ്ക്ക് കയറി എന്തൊക്കെയോ പിടിച്ചു നോക്കി. ഇപ്പൊ നോക്കുമ്പോ എന്റെ ഫാൻസിനെ കാണുന്നില്ല. ഇപ്പൊ കാണാട്ടോ നിങ്ങൾക്കും എന്റെ ഫാൻസിനെ. അപ്പൊ ഞാൻ അവരായിട്ടൊന്ന് സംസാരിക്കട്ടെ. അതിന് മുന്നേ നമുക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാലോ. ഇടയ്ക്ക് എനിക്കെന്തോ കളിക്കണം തോന്നി. ഞാൻ ഇതിനകത്തങ്ങ് കേറിയിരുന്നു. കുറച്ചു നേരം കളിച്ചിട്ടൊക്കെ ഇറങ്ങാം. ഇപ്പൊ കണ്ടോ ഞാൻ കരയുന്നത്. അതെനിക്ക് കരച്ചിൽ വന്നിട്ടൊന്നല്ല കേട്ടോ, ചുമ്മാ എന്റെ അടവാ. ഈ കാണുന്നതാണ് എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണേ. ഞാൻ കുറച്ചു നേരം ഒന്ന് അമ്മേനെ അച്ഛനെ ഒന്ന് കളിപ്പിക്കാൻ ഓരോന്ന് കാണിക്കും. കുറച്ചൊക്കെ ഡിമാൻഡ് ഇടണ്ടേ, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോ തന്നെ പുറത്തു പോയാൽ എനിക്കൊരു വെയിറ്റ് കുറവല്ലേ. അപ്പൊ എന്റെ അമ്മ കേട്ടോ ഈ എന്നെ ഡ്രസ്സ് ഇടിപ്പിക്കാനൊക്കെ നോക്കുന്നത്. കുറച്ചൊക്കെ ഞാനൊന്ന് ഏറ് പിടിക്കുന്നേ. പക്ഷെ എന്നാലും പുറം ലോകം ഒന്ന് കാണാലോ. ഇപ്പൊ വാറൊക്കെ അല്ലേ, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ കുറഞ്ഞൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഈ അമ്മ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്റെ കണ്ണും തലയും എല്ലാം പോയല്ലേ ഈശ്വരാ. ഇത്രയും മാസമായി ഒന്ന് ഇടാൻ പോലും അറിയില്ല എന്ന് വെച്ചാ. ഞാനായോണ്ട് ഇതെല്ലാം സഹിക്കുന്നു അല്ലേ ഗൈസ്. എന്നെ ഒരു ട്രോഫി എങ്കിലും തരണ്ടേ എനിക്ക്. എന്തായാലും അമ്മയായി പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എനിക്കൊന്ന് പുറത്തു പോകണം, വേറെ വഴിയില്ല. നിന്ന് കൊടുക്കല്ലേ. അതിന്റെ ഇടയ്ക്കുണ്ടല്ലോ നിങ്ങൾ കാണണം ഗൈസ് എന്റെ അച്ഛന്റെ ഒരു ഫേസ്. എന്തായാലും അച്ഛനും ആയിപ്പോയി, അമ്മയായിപ്പോയി, വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഞാൻ ഏറ് പിടിക്കുന്നുണ്ട് വീണ്ടും. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് നോക്ക്, അച്ഛന്റെ വിചാരം ഞാൻ ഇപ്പോഴും ചെറുതാന്നാ. ഞാൻ എപ്പോഴും തലയിലെടുത്ത് വെക്കും. അങ്ങനെ ഞാൻ വഷളാവുകയും ചെയ്യും. എന്നിട്ട് അവസാനം എല്ലാരും പറയും ഞാൻ വഷളായി. പക്ഷെ ഇങ്ങനൊക്കെ ആക്കി വെച്ചുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ വഷളാകാതിരിക്കും? കണ്ടോ എന്റെ അച്ഛമ്മേനെ കണ്ടോ? എന്റെ അച്ഛമ്മയാണ് എന്നെ കൂടുതൽ വഷളാക്കുന്നത്. എപ്പോഴും അച്ഛമ്മ എന്നോട് പറയും ടാറ്റ കൊണ്ടുപോകാന്ന്, പക്ഷെ കൊണ്ടുപോകത്തില്ല. എന്തായാലും ഞാനിപ്പോ പോവാട്ടോ. ഇതാണ് എന്റെ ചിറ്റപ്പൻ. പിന്നെ വല്ലപ്പോഴും ഒക്കെ കാണാൻ വരും. ഇതെന്റെ അപ്പയാണ്. അതെ, വല്ലപ്പോഴും ഒക്കെ കാണാൻ വരും. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുമ്പോ അവരെയും ഒന്ന് പറ്റിക്കണമല്ലോ. അപ്പൊ അവരുടെ അടുത്ത് ഞാനൊന്ന് ഡിമാൻഡൊക്കെ കളിക്കും. പിന്നെ അത് വേറൊരു കാര്യം. അപ്പൊ നമുക്കൊന്ന് പുറത്തേക്ക് പോവാല്ലേ. വലിയ കാര്യത്തിന് ഹെയർ ബാനും എല്ലാം ഇട്ട് ഇറങ്ങിയതാ. ആകെ എന്നെ കളിപ്പിച്ചത് ഇവിടെ മാത്രമാ. ഇതിനാണ് അപ്പ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നെ എന്തൊക്കെ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നാ അറിയാം. പക്ഷെ ഞാൻ വിടൂല, ഇറങ്ങൂല ഈ വണ്ടിന്ന്. ഇനിയും എനിക്ക് കളിക്കണം. ഇതിവിടെ മാത്രം എന്നെ കൊണ്ടുവരാൻ വേണ്ടിട്ടാ ഇവര് കൊണ്ടുവന്നത്, വേറെ എവിടെയും കൊണ്ടുപോകത്തില്ല. എന്നാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല, എത്ര വന്നാലും ഞാൻ ഇറങ്ങൂല. നോക്കാലോ. ചിറ്റപ്പനാണ് അടുത്ത വണ്ടി എനിക്ക് കാണിച്ചു തന്നു. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഈ വണ്ടി. എനിക്ക് മറ്റേ വണ്ടിയാ ഇഷ്ടപ്പെട്ടെ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവര് പറഞ്ഞു നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാന്ന്. എന്തായാലും ഗൈസ് രാത്രിയായി. ഞാൻ പാലൊക്കെ കുടിക്കുന്ന കണ്ടിട്ട് ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഉറങ്ങുന്നതിന് മുന്നേ എനിക്ക് പാല് നിർബന്ധ. അപ്പൊ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്.